സ്മൃതി, കോൺഗ്രസിന്റെ പ്രതിനിധി നേരത്തെ പറഞ്ഞത് ഇപ്പോൾ നോക്കൂ, കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു വാർത്ത വന്ന സമയത്ത് തന്നെ ഓൾറെഡി കേരളത്തിന്റെ മുഖ്യമന്ത്രി, CPM എല്ലാ ആൾക്കാരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2023 തന്നെ നമുക്കറിയാം കേരളത്തിൽ DYFI ആയിക്കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ CPM ഒക്കെ തന്നെ എടുത്തിട്ടുള്ള നിലപാട് കൃത്യമാണ്. അല്ലാതെ സംഘപരിവാറിന് വിധേയത്വപ്പെട്ട് എന്താണ് മുസ്ലിം ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും തന്നെ പോക്കറ്റിനുള്ളിൽ കയറ്റി വെക്കേണ്ട അവസ്ഥയൊന്നും കേരളത്തിൽ ഈ പറയുന്ന CPM അല്ലെങ്കിൽ LDF ഒന്നും ചെയ്യാറില്ല. റിയൽ സ്റ്റോറി എന്താണ് എന്നുള്ള ഹാഷ്ടാഗിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ കൊടുത്തിരുന്നു. ശരിയാണ്, DYFI പ്രതികരിച്ചിട്ടുണ്ട്, CPM പ്രതികരിച്ചിട്ടൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ സിനിമ ബാൻ ചെയ്തില്ല ശരി, സിനിമ ബാൻ ചെയ്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉയർത്തുന്ന വിമർശനം. സിനിമ ബാൻ ചെയ്തില്ല, പറയട്ടെ അത് ബംഗാളിൽ ചെയ്തു. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയിലേക്ക് ഈ ഹർജി പോകുമ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്നു കേരളം ബാൻ ചെയ്തില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിച്ചു. അതിനിടയാക്കിയത് ഇവിടുത്തെ ഇടത് സർക്കാരല്ലേ എന്നതാണ് വിമർശനം. പറഞ്ഞോളൂ. അല്ല, ഞങ്ങളന്ന് ഈ പറയുന്ന രീതിയിൽ എന്താണ് ബാൻ ചെയ്യുക എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രധാനപ്പെട്ട നിലപാട്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുക, ഈ സിനിമ എന്താണ് സമൂഹത്തിൽ ചെയ്യുന്നതെന്നും ഇതല്ല കേരള സ്റ്റോറി എന്നൊക്കെയാണ്. അല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും നോവലോ സിനിമയോ ഈ പറയുന്ന രീതിയിൽ ബാൻ ചെയ്യുക എന്നുള്ളത് എവിടെയും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട്, പക്ഷെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് നമ്മുടെ രാജ്യത്തെ ഇന്റഗ്രിറ്റിയും സൊസൈറ്റിയുടെ മൊറാലിറ്റിയും ഒക്കെ തന്നെ എന്താണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടാണ്. ഇനി ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന വാദമാണല്ലോ ഇപ്പോൾ BJP ഉന്നയിക്കുന്നത്. അന്വേഷ ഇപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയമായിട്ടാണല്ലോ BJP കാണുന്നത്. അങ്ങനെയല്ല, അല്ല സ്മൃതി പറയട്ടെ, ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 19 പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ്. പക്ഷെ ആ ഫ്രീഡം ആൻഡ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെ പറ്റി ആർട്ടിക്കിൾ 19(2) കൃത്യമായി പറയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ മൊറാലിറ്റി നോക്കണം, ഇന്റഗ്രേഷൻ നോക്കണം, രാജ്യത്തിന്റെ സെക്യൂരിറ്റി നോക്കണം, സാഹോദര്യം, ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളൂ എന്നത് കൂടി മനസ്സിലാക്കണം. കോൺഗ്രസിന് പറയാൻ പോയി കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ആയാലും നെഹ്റു ആയിക്കഴിഞ്ഞാലും ഇത് ഈ പറയുന്ന രീതിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി നമ്മൾ പറയേണ്ടി വരും. ഞാൻ ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കല്ല, ഇതൊരു കോമൺ വിഷയമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇനി ഗണേഷ് നേരത്തെ ഇവിടെ പറഞ്ഞു ഈ കേരളത്തിൽ എത്രയോ ലവ് ജിഹാദ് ഉണ്ടായിട്ടുണ്ടെന്ന്. എത്ര ലവ് ജിഹാദാണ് ഉണ്ടായിട്ടുള്ളത്? 2020 ഫെബ്രുവരി 4 കോൺഗ്രസിന്റെ MP ആയിട്ടുള്ള ബെന്നി ബെഹനാൻ പാർലമെന്റിൽ ചോദിച്ച ചോദ്യം, കേരളത്തിൽ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ, എന്താണ് ലവ് ജിഹാദ് എന്നതിനെ പറ്റി എന്തെങ്കിലും ഉണ്ടോ? അമിത്ഷാ, അന്നത്തെ ഇന്ത്യയുടെ ഇന്നും ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പറഞ്ഞിട്ടുള്ളത്, പാർലമെന്റിൽ ആഭ്യന്തര മന്ത്രാലയം വെച്ചിട്ടുള്ള റിപ്പോർട്ടാണ്, ഒരു ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഒരു കേസും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികൾ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാന പോലീസ് ഏജൻസികളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഒരു കേസ് പോലും ലവ് ജിഹാദ് എന്ന് പറയുന്ന കേസില്ല. ഇനി രണ്ടാമത്, അതിനു മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ ആദ്യത്തെ കാര്യം വരുന്നത്. അതിനുശേഷം ആ സമയത്തും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട കേസില്ല. കേരള ഹൈക്കോടതിയിൽ അന്വേഷണം നടത്തി, പോലീസ് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തു, അപ്പോഴും ലവ് ജിഹാദ് ഇല്ല. പിന്നെ എവിടെയാണ് ഗണേഷ ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത്? നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന ലവ് ജിഹാദിനെ നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാരോ നിങ്ങളുടെ ഭരണ സംവിധാനമോ ഈ രാജ്യത്തിന്റെ നീതിന്യായ പീഠമോ ഒന്നും തന്നെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ വായി തോന്നുന്നത് കോതയ്ക്ക് വിളിച്ച് പാടാനും അതോടൊപ്പം തന്നെ സ്മൃതിയുമായി ഇരുന്ന് തർക്കിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയൂ. കൃത്യമായിട്ടുള്ള കണക്കുകൾ ഈ രാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ലവ് ജിഹാദ് എന്ന് പറയുന്നത് നിങ്ങൾ മനുഷ്യരെ കുഴപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന സാധനമാണെന്നും അതോടൊപ്പം തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സിനിമ നിർമ്മിക്കാനും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാനും മാത്രമേ ഈ ലവ് ജിഹാദും ഇവിടുന്ന് പോയതും. ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും ISIS-ഉമായി ബന്ധപ്പെട്ട പല കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഉത്തർപ്രദേശ് സ്റ്റോറി എന്ന് എടുത്തില്ല, ഗുജറാത്ത് സ്റ്റോറി എന്ന് നിങ്ങൾ എടുത്തില്ല, തമിഴ്നാട് സ്റ്റോറി എന്ന് പറഞ്ഞ് എടുത്തില്ല? എന്തുകൊണ്ട്? അപ്പൊ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ന്യൂനപക്ഷങ്ങൾ കൂടുതലായി താമസിക്കുന്ന കേരളവും കശ്മീർ പോലുള്ള സംസ്ഥാനങ്ങളൊക്കെയാണ് വലിയ പ്രശ്നങ്ങൾ എന്ന് കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വോട്ട് പിടിക്കണം. അതാണ് നിങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് കേരളം പോലുള്ള സംസ്ഥാനം, ഇന്ത്യയിലുള്ള മതേതരത്വവാദികൾ, മതേതരമായി ചിന്തിക്കുന്നവരാരും തന്നെ നിങ്ങളോടൊപ്പം നിൽക്കില്ല. ഈ പറയുന്ന പാവപ്പെട്ടവരെ നിങ്ങൾക്ക് 1-2 തെരഞ്ഞെടുപ്പിൽ പറ്റിക്കാൻ പറ്റും, എല്ലാ തെരഞ്ഞെടുപ്പിലും പറ്റിക്കാൻ പറ്റില്ല.
ഇന്ന് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ആൾക്കാരും ഇന്ന് കേരളത്തിൽ വന്ന് ജീവിക്കുന്നുണ്ട് നിങ്ങളുടെ സംസ്ഥാനത്തിൽ നിന്നൊക്കെ. അവർ പോയിട്ട് അവരെ സംസ്ഥാനത്ത് അവരുടെ ഭാര്യയെടുത്തും മക്കളെടുത്തും പറയും ഇന്ന് ഇന്ത്യയിൽ താമസിക്കാൻ ഏറ്റവും പറ്റിയ സംസ്ഥാനം കേരളമാണ്. ഈ സംഘപരിവാറുകാർ പറയുന്നതൊക്കെ എന്താണ് തെറ്റാണ്, ഇവരുടെ കൂടരുതേ എന്ന് മാത്രമേ പറയുള്ളൂ. ഗണേഷ് ആദ്യം മനസ്സിലാക്കണം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.